കാര്യമാണ്. 5 വർഷമായി 10 വർഷമായിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്തോ ഉറങ്ങില്ല, നീ ഉണർന്നു. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് പെണ്ണിന്റെ ശരീരത്തിൽ അവളുടെ അനുവാദമില്ലാതെ ഒരു പുരുഷനും സ്പർശിക്കുവാൻ അനുവാദമില്ല. അങ്ങനെ തൊട്ടാൽ ആ കൈ അവന്റെ കൈവെട്ടുക, അല്ലെങ്കിൽ അവന്റെ ചെവുപ്പിക്കുമെങ്കിൽ 2 എണ്ണം പഠിക്കുക. അതിനോട് ആർജവം പെണ്ണുങ്ങൾക്ക് വേണം. പക്ഷെ പലർക്കുണ്ടായ തിക്താനുഭവങ്ങൾ മറച്ചു വയ്ക്കുന്നു. ഇത് കൂടുതൽ പ്രശ്നമാക്കേണ്ട, ഇത് കൂടുതൽ പ്രശ്നമാക്കി ഇവരുടെ ഇനി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോകുമോ എന്ന ഭയം അത് പാടില്ല. സ്ത്രീ എന്ന് പറയുന്നത് ഭൂമിയോളം ക്ഷമിക്കേണ്ടതല്ല. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. ആണിനോടായാലും പെണ്ണിനോടായാലും ഒക്കെ. നമ്മൾ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല. നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത്, ഈ ധർണ എന്ന് പറയുന്നത് നമുക്കാവശ്യമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കേരളത്തിന്റെ പല പല ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ, കലാകാരികൾ രാവിലെ ഇവിടെ ഒത്തുകൂടിയത്. പ്രസിഡന്റ് ശ്രീ ലാൽരാജിന്റെ മേൽനോട്ടത്തിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ധർണ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏകദേശം 1 മണിക്കൂർ കൂടുതൽ സമയം നമ്മളിവിടെ ചെലവഴിച്ചു. നമ്മളുടെ ആവശ്യങ്ങൾ അടങ്ങിയ മെമ്മോറാണ്ടം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും നമ്മുടെ നിവേദനം കൊടുക്കും. അതിനൊരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇത്രയും നാൾ അനുഭവിച്ച ഈ കഷ്ടതകൾ, അതിനൊരു പരിഹാരമുണ്ടാക്കണം. എന്ന് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായി പോയി 200, 250, 300, 350 രൂപ മാത്രം കൈപ്പറ്റിക്കൊണ്ട് പ്രധാനപ്പെട്ട നാലും നടിമാരും കഴിച്ച ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ്. അതും കൃത്യസമയത്തല്ല. അതിനൊരു മാറ്റം വേണം. രാത്രി 12 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട്ടിൽ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാനുള്ള സംവിധാനമില്ല. അവർക്ക് യഥാസമയം ബസ് സ്റ്റാൻഡിലെങ്കിൽ എത്തിക്കാനുള്ള ഒരു അവസരം വേണം. മാന്യമായ വേതനം വേണം. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവരോടും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു.